ഹായ്. അപ്പോൾ അടുത്തൊരു വ്യാഴം വെള്ളി ദിവസം വന്നിരിക്കുകയാണ് തിയേറ്ററുകളിൽ സിനിമകൾ റിലീസ് ചെയ്യുന്ന ദിവസങ്ങൾ. അപ്പോൾ നവംബർ മാസം 14, 15 തീയതികളിൽ തിയേറ്റർ റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെ, അതായത് നാളെയും മറ്റന്നാളും തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. പ്രധാനപ്പെട്ട സിനിമ എന്നുള്ളത്, അതിലൊന്നാമത്തെ സിനിമ എന്നുള്ളത് കങ്കുവ എന്ന് പറഞ്ഞ സിനിമയാണ്. നമ്മുടെ നടിപ്പിൻ നായകൻ സൂര്യ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന സിനിമയാണ്. ഒരു ആക്ഷൻ അഡ്വഞ്ചർ ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഡബിൾ റോളിൽ വരുന്ന ഒരു സിനിമയാണ്. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. എന്താ പറയുക, സൂര്യ ഫാൻസ്, സൂര്യ ആരാധകർ 2 വർഷമായിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് സൂര്യയുടെ കങ്കുവ എന്ന് പറഞ്ഞ സിനിമ. 2 വർഷമായി അദ്ദേഹത്തിന് സിനിമകളൊന്നുമില്ല, തിയേറ്ററിൽ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന സിനിമയാണ് കങ്കുവ. ഈ ഒരു സിനിമ നവംബർ മാസം 14, അതായത് നാളെ രാവിലെ പുലർച്ചെ 4 മണി മുതൽ കേരളത്തിൽ ഷോ ആരംഭിക്കുകയാണെന്നതാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എല്ലാ ഭാഷകളിലും ഈ സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. ഇത് 3Dയിലാണ് സിനിമ എന്നുള്ളത്. നാളെ രാവിലെ 6 മണിക്കാണ് എൻ്റെ ഇവിടെയുള്ള ഷോ വരുന്നത്. 6 മണിക്ക് സിനിമ കാണും. സിനിമ കണ്ടിട്ട് ഒരു 10 മണിക്കുള്ളിൽ തന്നെ സിനിമയുടെ റിവ്യൂ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. അതിന് മുമ്പ് തന്നെ പലരുടെയും റിവ്യൂസ് കാര്യങ്ങളൊക്കെ വരും. പക്ഷേ എൻ്റെ റിവ്യൂ 10 മണിക്കുള്ളിൽ വരും. 9 മണിക്കും 10 മണിക്കുള്ളിലായിട്ട് എൻ്റെ റിവ്യൂ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതാണ്. അപ്പം ഇപ്പം തന്നെ ഗംഭീര ബുക്കിംഗ് ആണ്. കേരളത്തിലൊക്കെ ഏകദേശം 2 കോടിക്ക് മുകളിൽ ഇപ്പം തന്നെ ബുക്കിംഗ് നടന്നു എന്നുള്ളതാണ്. അപ്പോൾ ശിവയാണ് ഈ സിനിമയുടെ സംവിധായകനായിട്ട് ഉള്ളത്. ബോബി ഡിയോളോ, അതുപോലെ തന്നെ നമ്മുടെ ദിശ പട്ടാണിയാണ് നായികയായിട്ട് വന്നിട്ടുള്ളത്. ബോബി ഡിയോളാണ് വില്ലൻ വേഷത്തിൽ. കാർത്തി ഈ സിനിമയിലൊരു ഗസ്റ്റ് റോളിൽ വരുന്നുണ്ട് എന്നുള്ള ന്യൂസുകളൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും സർപ്രൈസുകളും കാര്യങ്ങളൊക്കെ നാളെ രാവിലെയോടുകൂടി തന്നെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ കങ്കുവയാണ് മെയിൻ റിലീസ്. ഈ ഒരാഴ്ചത്തെ മെയിൻ റിലീസ് കങ്കുവയാണ് 14-ാം തീയതി. നാളെ ആ ഒരു റിലീസ് മാത്രമേ ഉള്ളൂ. ഇതിനു മുമ്പേ റിലീസ് ചെയ്ത മുറ, അതുപോലെ തന്നെ പണി, ലക്കി ഭാസ്കർ, അതുപോലുള്ള സിനിമകളൊക്കെ നാളെ അയാം കാതലൻ, ഇതുപോലുള്ള സിനിമകളൊക്കെ സ്ക്രീൻ കുറയുകയും പിന്നെ അതുപോലെ തന്നെ എല്ലാ തിയേറ്ററിൽ നിന്ന് ഔട്ടാവുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്കായിരിക്കും നാളെ പോവുക എന്നുള്ളത്. പക്ഷേ നാളത്തെ എന്താ പറയുക, നാളെ ഈ സിനിമയുടെ റിവ്യൂ എങ്ങനെ നോക്കിയതിന് ശേഷം മാത്രം ആയിരിക്കും അടുത്ത റിലീസുകളും കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത സിനിമകളുടെ സ്ക്രീൻ കൂടുന്നതോ കുറയോ എന്താന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും പ്രധാനപ്പെട്ട റിലീസ് എന്നുള്ളത് കങ്കുവയാണ്. അപ്പോൾ അടുത്ത റിലീസ് ഏതൊക്കെയാ നോക്കാം. 14-ാം തീയതി അതേ ഉള്ളൂ, നാളെ അതേ ഉള്ളൂ. ഇനി 15-ാം തീയതി മറ്റന്നാളാണ് ഏതൊക്കെ സിനിമ നോക്കാം. ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു തെലുങ്ക് ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. മഡ്ക എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. വരുൺ തേജ്, മീനാക്ഷി ചൗധരി എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. തെലുങ്ക് മൂവിയാണെങ്കിലും മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി ഭാഷകളിലൊക്കെ ആയിട്ട് ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. മഡ്ക എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അടുത്തത് ഒരു കന്നഡ ആക്ഷൻ ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഭൈരതി രണകൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ശിവരാജ് കുമാർ ആണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. കന്നഡ ഭാഷയിൽ മാത്രമേ ഈ സിനിമ റിലീസ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ നവംബർ മാസം 15-ാം തീയതിയാണ് ഈ സിനിമ. മറ്റന്നാളാണ് തിയേറ്റർ റിലീസ് ചെയ്യുന്നത്. അടുത്തത് ഒരു ആക്ഷൻ അഡ്വഞ്ചർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഗ്ലാഡിയേറ്റർ 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ നവംബർ മാസം 15-ാം തീയതിയാണ് തിയേറ്റർ റിലീസ് ചെയ്യുന്നത്. ഐമാക്സ് റിലീസാണ്. ഒരു ഗംഭീര റിലീസിൻ്റെ ആയിരിക്കും. ഗ്ലാഡിയേറ്റർ 1993 ആ കാലഘട്ടത്തിൽ റിലീസ് ചെയ്ത സിനിമയാണെന്ന് തോന്നുന്നത്. ഇയറിനോട് മറന്നുപോയി. ഗ്ലാഡിയേറ്റർ നിങ്ങളെല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ നിർബന്ധമായും കാണാം. കിടിലൻ സിനിമയാണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ സിനിമ എന്നുള്ളത്. 15-ാം തീയതിയാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അതൊരു ഹിന്ദി മൂവിയാണ്. വിക്രാന്ത് മാസി, റാഷി ഖന്ന എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ദ സബർമതി റിപ്പോർട്ട് എന്ന് പറഞ്ഞ സിനിമയാണ്. ഒരു ഡ്രാമ ഹിസ്റ്റോറിക്കൽ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ഈ സിനിമ എന്നുള്ളത്. ഹിന്ദി മൂവിയാണ്. നവംബർ മാസം 15-ാം തീയതിയാണ് ഈ സിനിമ തിയേറ്റർ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സിനിമകൾ. ഇനി ഒരു മലയാള സിനിമ കൂടി റിലീസ് ചെയ്യുന്നുണ്ട്. ആനന്ദ് ശ്രീബാല എന്ന് പറഞ്ഞ സിനിമയാണ്. നമ്മുടെ അർജുൻ അശോകൻ, അതുപോലെ തന്നെ സൈജു കുറുപ്പ്, അപർണ ദാസ്, ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, സംഗീത എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. വിഷ്ണു വിനയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഒരു മിസ്റ്ററി സസ്പെൻസ് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ആനന്ദ് ശ്രീബാല എന്ന് പറഞ്ഞ സിനിമ. ട്രെയിലറൊക്കെ കണ്ട സമയത്ത് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട ട്രെയിലറായിരുന്നു. എന്തായാലും ഒരു മരുന്ന് ഉണ്ട് ആ സിനിമയിൽ എന്നുള്ളതാണ് എനിക്ക് ആ ട്രെയിലർ കണ്ട സമയത്ത് തോന്നിയത്. എന്തായാലും കങ്കുവ എന്ന് പറഞ്ഞ സിനിമയുടെ റിലീസിൽ മുങ്ങിപ്പോവോ ഈ സിനിമ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. നാളെ രാവിലെ 4 മണിക്കാണ് ഷോ തുടങ്ങുന്നത് കങ്കുവ. അപ്പോൾ മലയാളത്തിൽ നിന്നും ആനന്ദ് ശ്രീബാല മാത്രമേ റിലീസ് ഉള്ളതാണ്. വേറൊരു സംഭവം എന്നുള്ളത്, നാളെ വേറൊരു ട്രെയിലർ റിലീസ് ഉണ്ട്. നമ്മുടെ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ സിനിമ, രാംചരൺ നമ്മുടെ ശങ്കർ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങുന്ന ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ കങ്കുവയുടെ റിലീസിന്റെ സമയത്ത്
ട്രെയിലറും കൂടി തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്നുള്ള ഒരു അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും സിനിമകളാണ് നവംബർ മാസം 14, 15 തീയതികളിൽ, അതായത് നാളെയും മറ്റന്നാളായിട്ട് തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളായിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിൽ ഈ ഒരു സിനിമ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ ഫസ്റ്റ് ഷോ കാണാൻ പോകുന്നത്? കങ്കോയ്ക്ക് ഒരുവിധ ആൾക്കാരൊക്കെ പോകുന്നുണ്ടാകുന്നത് എനിക്കറിയാം. ആനന്ദ് ശ്രീബാല കാണുന്നുണ്ടോ, മറ്റ് സിനിമകളൊക്കെ കാണാൻ പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും